എല്ലാവർക്കും ഇരിക്കാം. ഇന്ന് പാഠമായി വായിച്ച വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം, അതിൻ്റെ 20-ാമത്തെ വാക്യം. ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ, ഞാൻ വേഗം വരുന്നു എന്നരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. പ്രാർത്ഥന. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ആരാധനയിലൂടെ ക്രിസ്തുമസിന്റെ സന്തോഷങ്ങളിലേക്ക് പ്രവേശിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ. ഇന്ന് തിരുസന്നിധിയിലായിരിക്കുന്ന പ്രിയ ജനത്തോട് മനസ്സരിഞ്ഞ് അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപ വ്യാപരിക്കട്ടെ. കർത്താവായ യേശുവിന്റെ 1-ാം വരവിനെ ആഘോഷപൂർവം അനുസ്മരിക്കുന്ന ഈ നാളുകളിൽ കർത്താവായ യേശുവിന്റെ 2-ാം വരവിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപ വ്യാപരിക്കട്ടെ. അടിയനെയും ഒന്നതുപോലെ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ കാത്തു പരിപാലിക്കണമേ. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പരിശുദ്ധ ആരാധനയിൽ പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഒരു ക്രിസ്തുമസിന്റെ സന്തോഷങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ചിന്താവിഷയം മാറാനാഥ എന്നുള്ളതാണ്. മാറാനാഥ എന്ന് പറയുന്നത് ആമേൻ, കർത്താവേ വേഗം വരണമേ എന്നുള്ള ഒരു ചിന്തയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ 1-ാം വരവിനെ അനുസ്മരിച്ചുകൊണ്ട് ക്രിസ്തുമസിന്റെ സന്തോഷങ്ങളിലൂടെ സഭയും ക്രൈസ്തവ കുടുംബങ്ങളും വളരെ അനുഗ്രഹീതമായ അനുഭവങ്ങളിലൂടെയാണ് ഈ നാളുകളിലായിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ 1-ാം വരവിനെ നാം ആഘോഷമാക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ 2-ാം വരവ് ആസന്നമായിരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. ഇന്ന് നാം പാഠമായി വായിച്ച ലേഖന ഭാഗത്തിൽ AD 64 ആസ്യയിലെ 7 സഭകളുടെ ശുശ്രൂഷകനും യേശു ക്രിസ്തുവിന്റെ വത്സല ശിഷ്യനുമായിരുന്ന യോഹന്നാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് ദ്വീപിലായിരുന്നു. കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശനായി, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളനാദത്തിനൊത്ത ഒരു മഹാശബ്ദം അവൻ തന്റെ പുറകിൽ നിന്ന് കേൾക്കുകയാണ്. ഇവിടെ സഭകളുടെ കുറവ്, വരാൻ പോകുന്ന മഹാ ഉപദ്രവം, തിന്മയോടുള്ള യുദ്ധം, മെസ്സിഹായുടെ വിജയം, അന്ത്യന്യായവിധി എന്നിവയെക്കുറിച്ച് യോഹന്നാനോട് പറയുകയും അതിനെ വളരെ വ്യക്തമായി യോഹന്നാനെ കാണിക്കുകയും ചെയ്യുന്നു. ഏറ്റവും അവസാനമായി യേശു പറയുകയാണ്, ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ, ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ഉടനെ തന്നെ യോഹന്നാൻ പ്രതിവചിക്കുന്നത് ആമേൻ, കർത്താവേ വേഗം വരണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുമസിന് മുൻപുള്ള ഞായറാഴ്ചയാണ് കർത്താവായ യേശുവിന്റെ 2-ാം വരവിനെ കുറിച്ചുള്ള ചിന്തകളിലൂടെ നമ്മുടെ ജീവിതത്തെ കർത്താവായ യേശുവിന്റെ 2-ാം വരവിങ്കൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുവാനുള്ള ഒരു ക്രമീകൃതമായ അനുഭവത്തിലേക്കുള്ള വചന ചിന്തകളിലേക്ക് നമ്മെ നയിക്കുന്നത്.
ഇവിടെ കർത്താവായ യേശുവിന്റെ ഒന്നാം വരവ് നമുക്ക് വളരെ സന്തോഷകരമായ ഒരു അനുഭവം തന്നെയാണ്. അങ്ങനെയെങ്കിൽ കർത്താവായ യേശുവിന്റെ രണ്ടാം വരവ് നമ്മെ സംബന്ധിച്ചിടത്തോളം എപ്രകാരമായിരിക്കും? ഇവിടെ കർത്താവായ യേശു തമ്പുരാൻ താൻ സ്നേഹിച്ച തന്റെ വത്സല ശിഷ്യനായിരിക്കുന്ന യോഹന്നാനോട് പറയുന്നത്, അതെ, ഞാൻ വേഗം വരുന്നു. ഇത് കേട്ട യോഹന്നാൻ പ്രതിവചിക്കുന്നു, ആമേൻ കർത്താവേ, വേഗം വരണമേ. യേശുവിന്റെ രണ്ടാം വരവ് ആസന്നമായിരിക്കുന്ന ഈ നാളുകളിൽ കർത്താവായ യേശുവിന്റെ രണ്ടാം വരവിന് വേണ്ടി നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചിട്ടുണ്ടോ? ഒരുക്കമുള്ള ഒരു ജീവിതമാണോ നാം നയിക്കുന്നത്? യേശു തമ്പുരാൻ വരണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ? അഥവാ യേശു തമ്പുരാനെ ഇപ്പോൾ വരണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി, ഈ ലോക ഇമ്പങ്ങളിലൂടെ കുറച്ചുകൂടെ എനിക്ക് യാത്ര ചെയ്യുവാനുണ്ട് എന്നൊക്കെയാണോ നാം ഇന്ന് ചിന്തിക്കുന്നത്? നാം ഇന്ന് പാഠമായി വായിച്ച കുറുവാക്യത്തിൽ നീതിയും ന്യായവുമുള്ള രാജാവായി പിറന്ന ഒരു യേശുവിനെയും പിതാവിന്റെ അടുക്കൽ പോയി മടങ്ങി വരുന്ന ഒരു യേശുവിനെയും കർത്താവായ യേശുവേ വേഗം വരേണമേ എന്ന ഒരു ഭക്തന്റെ പ്രാർത്ഥനയുമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ നീതിയും ന്യായവുമുള്ള രാജാവായി പിറന്ന യേശുവിനെയാണ് വേദഭാഗം പഠിപ്പിക്കുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം, ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിക്കുന്ന കാലം വരും, അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. ഇവിടെ യെരുശലേമിൽ അനാദോത്ത് എന്ന ഗ്രാമത്തിൽ BC 650 ഒരു പുരോഹിത കുടുംബത്തിലാണ് യിരെമ്യാ പ്രവാചകൻ ജനിക്കുന്നത്. BC 617 യിരെമ്യാ പ്രവാചകൻ തന്റെ പ്രവാചക ശുശ്രൂഷ ആരംഭിച്ചു. ഏകദേശം 40 വർഷം യിരെമ്യാ പ്രവാചകൻ ഇസ്രായേൽ ജനത്തോട് ദൈവത്തിന്റെ അരുളപ്പാടുകളെ അറിയിക്കുന്നുണ്ട്. ഇവിടെ യിരെമ്യാ പ്രവാചകനെ കുറിച്ച് പറയുന്നത്, തന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെ പ്രവാചക ശുശ്രൂഷയ്ക്കായി ദൈവം തന്നെ നിയോഗിച്ചു എന്ന ഒരു ഉത്തമ ബോധ്യം യിരെമ്യാ പ്രവാചകനുണ്ടായിരുന്നു. ദൈവവചനം അതിശക്തമായി പ്രസംഗിക്ക വഴി അത് യിരെമ്യാ പ്രവാചകന്റെ സ്വന്തക്കാരും നാട്ടുകാരും അതുപോലെ രാജാവും അന്നത്തെ കള്ളപ്രവാചകന്മാരും എല്ലാം യിരെമ്യാ പ്രവാചകനെതിരെ തിരികെയാണ്. യിരെമ്യാ പ്രവാചകനെ കുറിച്ച് പറയുന്നത്, അത് യിരെമ്യാ പ്രവാചകന്റെ ഹൃദയത്തിൽ വളരെയധികം വ്യാകുലതകളും വേദനകളും ഉണ്ടായിരുന്നത് കൊണ്ട് കരയുന്ന പ്രവാചകൻ എന്നുള്ളതാണ്. ഇങ്ങനെ അവസാനത്തോളം കർത്താവായ ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ അരുളപ്പാട് വളരെ വിശ്വസ്തയോടുകൂടെ അതിലൊട്ടും മായം ചേർക്കാതെ ജനങ്ങളെ അറിയിച്ചതായ ഒരു വ്യക്തിയായിരുന്നു യിരെമ്യാ. ഇങ്ങനെ യിരെമ്യാ പ്രവാചകൻ ദൈവത്തിന്റെ വചനം അതിശക്തമായി പ്രഘോഷിച്ചത് മൂലം സ്വന്തക്കാരാൽ തള്ളപ്പെടുകയും അത് കഷ്ടം അനുഭവിക്കുകയും രക്തസാക്ഷിയായി മരിക്കുകയും ചെയ്തു എന്നാണ് വേദപുസ്തക പാരമ്പര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ യിരെമ്യാ പ്രവാചകന്റെ ശുശ്രൂഷകൾ നമ്മെ ചിന്തിപ്പിക്കുന്നത് കർത്താവായ യേശുവിന്റെ അനുഗ്രഹീതമായ ശുശ്രൂഷയുടെ ഒരു പ്രതിരൂപമായിട്ടാണ്. അതായത്, ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിക്കുന്ന കാലം വരും എന്നും ആ ദൈവം നീതിയും ന്യായവുമുള്ള രാജാവായി പിറക്കുമെന്നും കർത്താവായ യേശുവിന്റെ ജനനത്തിനും 600 വർഷങ്ങൾക്കപ്പുറം യിരെമ്യാ പ്രവാചകൻ പ്രവചിക്കുകയാണ്. അങ്ങനെ അനീതിയും അന്യായവും നിറഞ്ഞ സമൂഹത്തിൽ നീതിയും ന്യായവും നടത്തുവാൻ ദാവീദിൽ നിന്നും നീതിയുള്ള ഒരു മുളയായി പുറപ്പെടുന്ന കർത്താവായ
യേശുവിന്റെ ഒന്നാം വരവിനെയാണ് ഇവിടെ യിരെമ്യാ പ്രവാചകൻ പ്രവചിക്കുന്നത്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒന്നാം വരവ്, അതിന്റെ ഒരു സന്ദേശം യിരെമ്യാ പ്രവാചകൻ നൽകുന്നുവെങ്കിലും കാലസമ്പൂർണതയിൽ യേശു ജഡാവതാരിയായി ഈ ഭൂമിയിൽ അവതരിച്ചു. ആ കർത്താവായ യേശു ലോകമാനവ ജനതയുടെ പാപം തന്റെ സ്വന്തം ശരീരത്തിൽ സ്വീകരിച്ചു. കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. വീണ്ടും വരാമെന്ന് നമുക്ക് വാഗ്ദത്തം ചെയ്ത് അത് സ്വർഗാരോഹണം ചെയ്തു. ആ കർത്താവായ യേശുവിന്റെ ഒന്നാം വരവിനെ നാം ആഘോഷമായി മാറ്റപ്പെടുന്ന ഈ സാഹചര്യത്തിൽ കർത്താവായ യേശുവിന്റെ രണ്ടാം വരവിന് വേണ്ടി നാം നമ്മെ തന്നെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഈ ക്രിസ്തുമസ് കാലഘട്ടം അർത്ഥപൂർണമായി തീരണമെങ്കിൽ നാം ഓരോരുത്തരും കർത്താവായ യേശുവിന്റെ രണ്ടാം വരവിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ആരാധനകളും ആഘോഷങ്ങളും അധരജൽപ്പനങ്ങളായി മാറ്റപ്പെടുന്ന ഒരു കാലഘട്ടം. ആത്മാർത്ഥതയുടെ തലങ്ങളിൽ നിന്നും ഹൃദയത്തിന്റെ ഉള്ളറകളിൽ കർത്താവായ യേശു ജനിക്കുമ്പോഴാണ് യേശുവിന്റെ ഒന്നാം വരവ് ആഘോഷപൂർണമായ ഒരു അനുഭവമായി മാറ്റപ്പെടുന്നത്. അങ്ങനെ യേശുവിന്റെ ഒന്നാം വരവ് നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത് രണ്ടാം വരവിന് വേണ്ടി ഒരുക്കമുള്ള ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ്. ഇവിടെ കർത്താവായ യേശു തന്റെ ഒന്നാമത്തെ വരവിങ്കിൽ സ്വർഗാരോഹണത്തിന് മുന്നായി യേശു പറയുന്നത്, ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോയി വീണ്ടും വരാം എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അന്ത്യനാളുകളിൽ യേശു ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കലേക്ക് പോകുവാനുള്ള നാഴിക വന്നു എന്ന് മനസ്സിലാക്കി തന്റെ ശിഷ്യന്മാരെ സ്നേഹിക്കുവാനും യഥാസ്ഥാനപ്പെടുത്തുവാനും തുടങ്ങുകയാണ്. ഈ സമയം പത്രോസ് യേശുവിനോട് പറയുന്ന ഒരു വാചകം, യേശുവിന് വേണ്ടി മരിക്കുവാനും ഞാൻ തയ്യാറായി ഇരിക്കുന്നു എന്നുള്ളതാണ്. ആധുനിക ക്രൈസ്തവ സമൂഹത്തിലെ അംഗങ്ങളായിരിക്കുന്ന ഞാനും നിങ്ങളും യേശുവിന് വേണ്ടി മരിക്കുവാനും തയ്യാറായിരിക്കുന്നു എന്ന ഒരു ചിന്തയിലൂടെയാണ് നാം മുൻപോട്ട് കടന്നു പോകുന്നത്. എന്നാൽ പിന്നത്തേതിൽ പത്രോസിന്റെ ജീവിതം പഠിക്കുമ്പോൾ യേശുവിനെ നിഷ്കരുണം തള്ളി പറയുന്ന ഒരു പത്രോസിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നാം ഇന്ന് പാഠമായി വായിച്ച സുവിശേഷ വേദഭാഗത്തിൽ താൻ പിതാവിന്റെ അടുക്കൽ പോകുന്നു എന്ന് യേശു പറയുമ്പോൾ ഫിലിപ്പോസ് യേശുവിനോട് പറയുന്നത്, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. കർത്താവായ യേശുവിന്റെ ഒന്നാമത്തെ വരവ് കൊണ്ട് യേശു ഉദ്ദേശിച്ചത് പിതാവായ ദൈവത്തെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അവിടെ യേശു പറയുന്ന ഉത്തരം, ഫിലിപ്പോസേ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. കർത്താവായ യേശുവിനെ കണ്ടവൻ പിതാവായ ദൈവത്തെ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കർത്താവായ യേശുവിന്റെ ഒന്നാം വരവിനെ ആഘോഷമാക്കുന്ന ഈ നാളുകളിൽ വാസ്തവമായി നാം യേശുവിനെ കണ്ടിരിക്കുന്നുവോ? അതോ പത്രോസിനെ പോലെയുള്ള അധര ജൽപ്പനങ്ങളോടുകൂടെയാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത്? യേശുവിന് വേണ്ടി മരിക്കുവാനും തയ്യാറായിരിക്കുന്ന ആധുനിക ക്രൈസ്തവ സമൂഹം പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ യേശുവിനെ തള്ളിപ്പറഞ്ഞ് ഒറ്റുകൊടുക്കുന്ന അനുഭവമാണോ എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ മറ്റൊരു ശിഷ്യൻ യേശുവിന്റെ മാറോട് ചാരിയിരിക്കുന്ന ഒരു അനുഭവം. അത് മറ്റാരുമല്ല, ഈ വെളിപാട് പുസ്തകം രചിച്ചിരിക്കുന്ന യോഹന്നാൻ തന്നെയാണ്. ഈ യോഹന്നാൻ എപ്പോഴും യേശുവിനെ സ്നേഹിക്കുകയും യേശുവിന്റെ മാറോട് ചാരിയിരിക്കുന്ന ഒരു അനുഭവത്തിലാണ് ജീവിക്കുന്നത്. ഈ ഒരു യേശുവിനോട് ചേർന്നിരിക്കുന്ന അനുഭവം കർത്താവായ യേശുവിന്റെ വീണ്ടും വരവിന് വേണ്ടി
നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കമുള്ളതായ അനുഭവത്തിലേക്ക് നയിക്കും. വെറും അധര ജൽപ്പനങ്ങൾ മാത്രം പോരാ. ക്രിസ്തീയ ജീവിതം യേശുവിനോട് ചേർന്നിരിക്കുന്ന ഒരു മനോഭാവമാണ് നാം വളർത്തിയെടുക്കേണ്ടത്. ഇന്ന് നാം എല്ലാവരും പത്രോസുമാരാണ്. പത്രോസ് പറയുന്നത്, യേശുവിന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാർ. ഇന്ന് നമ്മോട് ചേർന്ന് നിൽക്കുന്ന സ്നേഹിതന്മാരും നമ്മുടെ മുഖത്ത് നോക്കി ഇത് തന്നെ പറയുന്നുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നമ്മെ ഒറ്റിക്കൊടുക്കുന്നത് അവരായിരിക്കും എന്നുള്ളത് തർക്കമില്ല. അത് തന്നെയാണ് യേശുവിന്റെ ജീവിതത്തിലും സംഭവിച്ചത്. നിനക്ക് വേണ്ടി മരിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന പത്രോസ് യേശുവിനെ തള്ളി പറയുന്നു. എന്നാൽ യേശുവിനോട് ചേർന്നിരിക്കുന്ന ഒരു മനോഭാവം അത് യോഹന്നാന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു തന്റെ വെളിപാട് പുസ്തകത്തിന്റെ വെളിപ്പെടുത്തലുകൾ ഈ യോഹന്നാന് തന്നെ നൽകുകയും, അതെ, ഞാൻ വേഗം വരുന്നു എന്ന് ലോകത്തോട് അറിയിക്കുവാനുള്ള സന്ദേശം അത് യോഹന്നാന് കർത്താവായ യേശു നൽകുകയാണ്. അത് ഞാൻ വേഗം വരുന്നു എന്ന് പറയുമ്പോൾ യോഹന്നാന്റെ പ്രതിവചനം ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ രൂപം കൊള്ളേണ്ടതായിട്ടുണ്ട്. ആമേൻ, കർത്താവേ വേഗം വരണമേ. കർത്താവായ യേശുവിന്റെ ജനന മഹോത്സവം വളരെ ആഘോഷത്തോടുകൂടെ അത് ആഘോഷിക്കുവാനായി നാം ഒരുക്കങ്ങൾ കൂട്ടുമ്പോൾ യേശുവിനോട് ചേർന്നിരിക്കുന്ന ഒരു മനോഭാവം നാം വളർത്തിയെടുക്കുക. ഇന്ന് പലപ്പോഴും അധരം കൊണ്ട് യേശുവിനോട് ചേർന്നിരിക്കുന്നു, നമ്മുടെ ഹൃദയം കൊണ്ട് യേശുവിനോട് അകന്നിരിക്കുന്ന അനുഭവം പത്രോസുമാരെ പോലെ അല്ല, യോഹന്നാനെ പോലെ യേശുവിന്റെ മാറോട് ചേർന്നിരുന്നു കൊണ്ട് ആമേൻ കർത്താവേ വേഗം വരയണമേ എന്ന ഒരു പ്രാർത്ഥനയാണ് ഈ ക്രിസ്തുമസ് ആഘോഷങ്ങളിലൂടെ നമ്മുടെ ഹൃദയത്തെ മുൻപോട്ട് നയിക്കേണ്ടത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. നീതിയും ന്യായവുമുള്ള രാജാവായി ഈ ഭൂമിയിൽ അവതരിച്ച കർത്താവായ യേശു, ദൈവപുത്രനായിരുന്ന ക്രിസ്തു മനുഷ്യപുത്രരായ നമ്മെ ദൈവപുത്രരാക്കി തീർക്കുവാൻ ജഡാവതാരിയായി ഈ ഭൂമിയിൽ അവതരിച്ചു. യേശു 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് തന്റെ ജീവിതം കാൽവരി ക്രൂശിൽ ബലിയായി നൽകി ലോകമാനവ ജനതയുടെ പാപത്തിൽ നിന്ന് വിമോചനം നൽകി വീണ്ടും വരാം എന്ന് അരുളി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷത്തെ ക്രിസ്തുമസ് നാം ആഘോഷിക്കുമ്പോൾ ആമേൻ കർത്താവേ വേഗം വരണമേ എന്ന ഒരു ഭക്തന്റെ പ്രാർത്ഥനയോടുകൂടെ ഈ നല്ല നാളുകൾ ആഘോഷിക്കുക, യേശുവിന്റെ മാറോട് ചാരിയിരിക്കുക. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ. ആമേൻ.